ഞങ്ങളുടെ ഈ ചെറിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നല്ല ലേറ്റായി, ഏകദേശം 9 മണിയായി. ഇന്ന് നല്ല ക്ഷീണമായിരുന്നു. പറഞ്ഞ പോലെ എനർജി ഒന്നും ഇല്ല. ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനർജി ബൂസ്റ്റ് പൊളിച്ച് കാര്യമൊന്നുമില്ല. വ്യാഴാഴ്ച ആവുന്നാലേ ഇനി ഞങ്ങൾക്ക് എനർജി ഒക്കെ വരത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ വിചാരിച്ചാ വൈകിട്ട് ഇനി വലിയ ഓർത്തല്ലേ. എന്തായിരിക്കും പ്രിപ്പയർ ചെയ്യാ? നമുക്ക് സാലഡ് ഒക്കെയല്ലോ. നമുക്കെന്നാ ഒരു എളുപ്പത്തിൽ തട്ടിക്കൂട്ടൊരു സാലഡ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു കൊടുക്കാം. ഓക്കെ അപ്പൊ സാലഡ് ഉണ്ടാക്കാൻ റെഡിയാണോ? ഓക്കെ, അപ്പൊ നമ്മൾ സാലഡിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ സാലഡിന് വേണ്ടി ഒരു ഹാഫ് സവാളയാണ് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആപ്പിള്, ഗ്രീൻ ആപ്പിൾ ആണ്. അപ്പൊ ചെറിയ പുളിയൊക്കെ കിട്ടും. അപ്പം ചെറിയ ഒരു ഗ്രീൻ ആപ്പിൾ ഹാഫ് സ്ലൈസേ ഉള്ളൂ. പിന്നെ ഒരു കുക്കുംബർ, അതും ചെറിയൊരു കുക്കുംബറാണ്. പിന്നെ ഇതൊരു അവക്കാഡോ ഞാൻ എടുത്തിട്ടുണ്ട്. സോ പിന്നെ ഇതിന് മുൻകൂട്ടി ഞാന് നമ്മുടെ ചെറുപയർ മുളപ്പിച്ചിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് ഞാനൊന്ന് വേവിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ നമുക്ക് റോ ആയിട്ടുള്ളത് കഴിക്കാൻ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ മുളപ്പിച്ച് വേവിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് കടലയും നമ്മൾ വെള്ളക്കടലയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അത് നമ്മൾ ചെറുതായിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു തട്ടിക്കൂട്ട് ഡിന്നറിന്റെ റെസിപ്പി. ആദ്യം ഞങ്ങൾ വിചാരിച്ചെന്നാ ഇന്ന് വീഡിയോ ചെയ്യണ്ട ഓർത്തു. പിന്നെ വിചാരിച്ചെന്നാ നിങ്ങൾക്ക് എന്താ ഞങ്ങളുടെ ചെറിയ ഡിന്നറിൽ നിന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ ഈ സാലഡ് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താലോ, നിങ്ങൾക്കും പ്രിപ്പയർ ചെയ്യാം എളുപ്പം. ഓക്കെ, സോ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് യോജിപ്പിച്ച് കഴിക്കാം. ഓക്കെ, സോ റെഡി? അപ്പൊ സാലഡ് ഏകദേശം തീരാറായി ഇളക്കി തീരാറായി. അപ്പം സാലഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പാത്രത്തോട് വളർത്താൻ പോവാണ്. നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. ഇത് പറഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴും ഹെൽത്തി ഒന്നും കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമല്ല. എന്നാലും ചേരുവകളൊക്കെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഗ്രീൻ ആപ്പിളും നമുക്ക് ചെറുപയറൊക്കെ ആണെങ്കിൽ മുളപ്പിച്ചിട്ട് നക്കം അടിപൊളിയാണ്. ചേരുവില്ലെങ്കിലും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റും. പിന്നെ അത് ഉണ്ടാക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കുറച്ച് ബിസി ദിവസമായിരുന്നു. ഞങ്ങൾ നമ്മുടെ ഒരു കണ്ടിന്യൂസ് വർക്ക് ചെയ്യുമ്പോഴത്തേനും പോവാണ്. അപ്പൊ എന്നാലും ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ ഞങ്ങൾ വിചാരിച്ചാൽ ഇന്നങ്ങ് വ്ലോഗ് ചെയ്തേക്കാം, മടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, ടേസ്റ്റ് ചെയ്യാൻ കാണിച്ചു തരാമേ. ഇനി ഇങ്ങനെ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്, സാലഡ് എടുത്ത് തന്നിട്ടുണ്ട്. എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കട്ടെ. ഇങ്ങനെ എടുത്തിട്ട് നല്ലൊരു കൂടെ വെള്ളം വരുന്നുണ്ട്. മണമൊക്കെ ഉണ്ട് കേട്ടോ, നല്ലൊരു മണമുണ്ട്, നല്ല മണമുണ്ട്. ഈ മണം നല്ല ഉപ്പ് ഞാൻ നോക്കിയില്ല കേട്ടോ, ഉപ്പ് നോക്കിയിട്ട് പറയണം വേണമെങ്കിൽ. ഉണ്ടല്ലേ, കൊള്ളാം. എന്തെങ്കിലും ചേർക്കാനുണ്ടോ? ഒന്നും വേണ്ട, അല്ല കറക്റ്റാ. ഓക്കെ, ആവശ്യത്തിന് പുളിയും ഉപ്പും ആ ഒരു നമ്മുടെ ആപ്പിളിൻ്റെ ആ ഒരു പുളിയും വരുന്നുണ്ട്. നാരങ്ങ ഒഴിച്ചതിൻ്റെ ആ ഒരു ഇത് വരുന്നുണ്ട്. എല്ലാം നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എന്താ പറയാ, വായിക്കൂടെ കപ്പൽ വിടുന്നുണ്ട്. കഴിക്കട്ടെ. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ചെറുപ്പ് വേണം. ഉപ്പ് ഫ്രീ ആണ് കൂടുതലാകും ഉപ്പാക്കി. പക്ഷെ എനിക്ക് മതി, ഇത്ര ഉപ്പ് വേണം. ആവശ്യത്തിനൊക്കെ എല്ലാം ഉണ്ട്, നല്ലതാണ്. സോ എല്ലാവരും ഈ അടിപൊളിയായിട്ടുള്ള ഈ സാലഡ് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ഷെയർ ചെയ്യുക. ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വ്ലോഗ്സുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുവരേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സിനകത്ത് ഒരു ഹൈ ഉണ്ട്. ഞങ്ങളുടെ ഈ വ്ലോഗ്സിലും കാണുന്ന എല്ലാവർക്കും ഞങ്ങൾ ഹൈ പറയുന്നുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. എന്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കെല്ലാം താങ്ക്സ്. അവർക്കെല്ലാം ഒരു ഹൈ. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ അവർ ഭയങ്കര അടിപൊളി സപ്പോർട്ടാണ്. അതെ, എല്ലാ ആൾക്കാരും പേരന്റ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ഹൈ. ഇനിയും വീണ്ടും ഞങ്ങൾ പുതിയ വീഡിയോസ് ഇട്ട് ഞങ്ങൾ വീണ്ടും വരാം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് പുതിയ വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ. ഓക്കെ, വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ബൈ. Okay, let's go.